മേടിച്ചോ? കാർ മാത്രമല്ല കൂൾഗ്ലാസ് വാങ്ങിച്ചു. കണ്ടില്ലേ? ഇത് എന്റെ കാറാ. മാസവാടകയ്ക്ക് നമ്മുടെ ഉസ്മാന്റെ കെയർ ഓഫ്. കുട്ടം മുതലാളിക്ക് നീ എന്തിനാ ഒരു കെയർ ഓഫ്? ഇത്രയും കാലം നീ കൊണ്ട വെയിലിനൊക്കെ ഇനിയുള്ള കാലം ഈശ്വരൻ നിനക്ക് തരുന്ന തണലാടാവൻ. അത് കാശിന്റെ രൂപത്തിലായാലും സ്നേഹത്തിന്റെ രൂപത്തിലായാലും. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ. എന്നിട്ട് വേണം അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ. നട്ടലിന്റെ ഓപ്പറേഷൻ. അച്ഛൻ തുള്ളിച്ചാടി നടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. എടി, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്തേ ട്രാവൽസ് പോയിട്ട്? ആ, എന്റെ പുന്നാരനിയ ഇന്നിങ്ങോട്ട് പോന്നോടി. ഈ ഏട്ടനോടെ മല പോലെ കാത്തുകണ്ടെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. വിതിൻ ഡേയ്സ് ആശാനോട് പറഞ്ഞെത്തും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. വീട് നമ്മുടെ ഈ തറ സെറ്റപ്പിൽ കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന്റെ അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് മിനിമം ഒരു AC റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം. യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി? യൂറോപ്പിൽ നിന്ന് വരുന്നവൻ പിന്നെ എവിടെ പോയിരിക്കൂടാ? പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രൻ ഒത്തുവന്നുണ്ട്. അത് 5 മാസത്തേക്ക്. പക്ഷെ പകുതിയായിട്ട് 25,000 കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ടറേറ്റിലെ രാമേഷേട്ടനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിരാളക്കുട്ടി വിചാരിച്ചാലേ സാധിക്കൂ. ഞാനോ? നീ മാറിയേ. നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല. എനിക്കൊരു ഇമേജ് ഉള്ള ഇമേജ് ഓഞ്ഞ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോ തന്നെ പോയി. വന്നേ, കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ. അച്ഛൻ്റെ അടുത്തിരുന്നോ. നീ ഇങ്ങോട്ട് വന്നേന്ന്. കഴിക്കാൻ ഗുളികളിരിപ്പുണ്ടോ? വിശന്നിട്ട് കണ്ണുകളും പോയി കാലത്തിറങ്ങിയല്ലേ. നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ ഒരു 5-6 സ്വർണ്ണമാലയില്ലേടി. അത് മൊത്തത്തിൽ വേണ്ട. അതിന്ന് കയറ് പിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ. നീ വിചാരിച്ചല്ലോ നല്ല അടുപ്പെന്ന് കൂട്ടേട്ടൻ അറിഞ്ഞൂടെ. ഒരൊറ്റ ആഴ്ച. അതല്ലേ വേണ്ട, 7 ദിവസം. അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി. ആ ജർമ്മൻ പൗരം വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ളൊരു സമയം മാത്രം മതി. അതെന്റെ മോള് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ മാനം കെടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കെടും. എനിക്കത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാം മോളെ ഏറ്റു. ഒരമ്മ പെറ്റ മക്കളെ പോലുണ്ട് എല്ലാ വീടും. അപ്പൊ ഇതാണ് അത്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകും. ഒരു വില്ലി. വില്ലല്ല കുഞ്ഞിക്കോയ്ക്ക, വില്ല. ഈ കുഞ്ഞിക്കോയനെ തിരുത്താൻ വരില്ലേ? ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഞാൻ കളക്ടർ ആവുമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാവൽക്കാരനായത്. അവര് ഭയങ്കര ഇരുട്ടാണല്ലോ. കണ്ണട മാറ്റടാ. ഇക്കണ്ട ഫർണിച്ചറും സാധനങ്ങളെല്ലാം മുതലാളി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് നിറച്ചതാണ്. ഇതിലേതെങ്കിലും ഒന്നിനൊരു പോറലേറ്റ ഈ എനിക്ക് 25,000 രൂപ മതിയാവില്ല അത് വാങ്ങിട്ട് കൊടുക്കാൻ. മാത്രല്ല ഒരീച്ച പറയാൻ ഞാൻ അറിയും. വരി AC, KC, TV, ഫ്രിഡ്ജ് ഇങ്ങക്ക് വേണ്ട എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ട് ഇവിടെ. ഇത് ബാത്റൂമാ? അല്ലടോ, എന്റെ നാട്ടിൽ കിടക്കൊക്കെ ക്ലോസറ്റ് അവരാ. ഇവന് ഇവിടെ താമസിക്കുന്നുണ്ടോ? എന്തേ? അല്ല, ഇവർക്കുള്ള സർവൻസ് റൂം വേറെ ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഏത് മാസ്റ്ററിന്റെ ബെഡ്റൂം? മാഷിന്റെ ബെഡ്റൂം അല്ല, മാസ്റ്റർ ബെഡ്റൂം. മനസ്സിലായോ? നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുത് കേട്ടോ. സോറി കഞ്ഞിക്ക. അല്ല കുഞ്ഞിക്ക, നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ? ഓ, കിടന്നു നടന്നൊക്കെ കുളിക്കാം. ഇനി കുളിച്ചോണ്ടിരിക്കുമ്പോ ഇറങ്ങി ഓടണം വന്നെങ്കിൽ അതും ചെയ്യാം. ഒരു മുണ്ട് കൊടുക്കാന്ന് മാത്രം. അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, നാട്ടുകാരെ പോലെ. അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ ഇവിടെ വീണ റെഡി. എവിടെ വീണാൽ? വീണാലല്ല, വീണ റെഡി. മിസ്റ്റർ, ഇത് വീണയല്ല, ഇതിന്റെ പേരാണ് ഓർഫൻ. ഓർഫൻ അല്ല, ഓർഗൻ. മനസ്സിലായോ? അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. അവിടെ ഓർഗൻ ആയാലും വീണായാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്നെ എല്ലാത്തിനും ഒരു പേരിട്ടാ പോരെ? അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്നാ? അതെ, എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്ന് തന്നെയാ. എന്റെ അച്ഛന്റെ പേര് ബേബി, അമ്മയുടെ പേര് ബേബി. കിട്ടിയാ ഇത് നമ്മുടെ കോച്ചും വേലാതൽ കീഴിലേറ്റായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റാ. ഇത് നാളെ വൈകിട്ട് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കോട്ടാ. നാളെ രാത്രി വില്ലന്മാർക്ക് കണ്ടിന്യൂറ്റി കോട്ടിട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ഇവിടെ റീച്ച പറയാൻ ഞാൻ അറിയും. അപ്പൊ പറഞ്ഞതുപോലെ ഈ എനിക്ക് തന്ന 25,000 രൂപ എന്റെ കയ്യിലും താക്കോല എന്റെ കയ്യിലും കൂടി. അമ്മേ, ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മാസം 5,000 രൂപ വെച്ച് 5 മാസം വാടക ഇൻക്രിമെന്റ്. പിന്നൊരു കാര്യം, നമ്മളെ മുതലാളിക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു അനൗൺസ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ്. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. മനസ്സിലായോ? പിന്നെ ഇവിടെ ഈച്ച പറയാൻ ഞാൻ അറിയും ചെയ്യും. ഇവിടെ നിന്ന് പറഞ്ഞാ തന്നെ കണ്ണിന്ന് പൊന്നിച്ച് മാറും. മനസ്സിലായോ? മനസ്സിലായി. താക്കോല് കിട്ടിയപ്പോ എന്റെ സ്വഭാവം സമയം കളയണ്ട. ഈ ഡ്രസ് ഇട്ടൊരു റിഹേഴ്സല് നാളെ രാവിലെ കൃത്യം 8:30 ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കല്ല, എയർപോർട്ടിലേക്ക്. സാറേ, ഇപ്പൊ വന്നത് നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ? അതെ. എല്ലാവരും മര്യാദ.
ഇത് എന്താണത് എല്ലാവരും കണ്ണട വെച്ചിരിക്കുന്നത്? അന്തന്മാരുടെ സംസ്ഥാന സമ്മേളനം വരുന്നത് എന്റെ അനിയന. എന്തായാലും കോട്ടും കണ്ണാടിയൊക്കെ വെച്ചപ്പോ നിന്നെ കാണുന്ന ഏറ്റവും ലുക്ക് ഉണ്ട്. ഈ ഒറ്റ വിരലും കൊണ്ട് കണ്ണാടിയൊക്കെ താത്തി പൊക്കിയും വെക്കണം, എന്നാലും പക്വത ഫീൽ ചെയ്യൂ. സിനിമയിലെ കണ്ടില്ലേ? ഈ ആകാശ് മേനോൻ ആളൊരു സുന്ദരനായ മതിയായിരുന്നു. ആണെങ്കിൽ അവനെ കെട്ടി നീ ജർമ്മനിലേക്ക് പറക്കോ? പറഞ്ഞേക്കാം, ആദ്യം ആളെ കാണട്ടെ. Come this way. Oh, so you've come to your homeland. Oh, come, baby. Be careful, Oh, no, you're not supposed to do that. Come this way. This way. Slowly. Oh, slowly. ഒരു സ്പെഷ്യൽ ഇറക്കുമതി ഉണ്ടാ പെണ്ണിന്റെ ഇപ്പുറത്ത് ഇതുപോലത്തെ സാധനക്കാരൻ എന്റെ അനിയനായ ലൈഫ് തീർന്നു. അതിനെയും കൊണ്ട് നടക്കണ ആ ഭാര്യയുടെ ഗതികേട്. അത് ഭാര്യയല്ല, എയറോസ്റ്റസാ. എയറോസ്റ്റസ് എന്താ ഭാര്യയായാലേ? നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏയ്, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ഇറക്കുമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരൻ ചർച്ച ചെയ്യാം. Don't run. We fall. This way. Hello, Yeah. I am from Global India Travels. Okay, are you Mr. Subair? Yeah. Right, this is Mr. Akash Menon and this is his travel documents. എടാ ബാഗ് എടുക്കുന്നവനെ നോക്കി എന്റെ ഒരു ചായ തോന്നില്ലടാ അവന്. എന്റെ അതേ കണ്ണു മൂക്കും അവൻ തന്നെ ആയിരിക്കുമല്ലോ എന്റെ അനിയൻ ആകാശ് മേനോൻ. തീർച്ചയായും. ആകാശ്, ദേ ചേട്ടൻ. കൂട്ടുകാരൻ അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോകും. ആകാശ്, മോന്റെ കുട്ടേട്ടോടെ ഞാൻ അവനല്ലടേ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവനല്ല ഇവന്ന്. നീയല്ലേ ഉറപ്പിച്ച് പറഞ്ഞു അവനാണ് ഇവനെന്ന്. എപ്പാ നിന്റെ ഓരോരോ ജൽപ്പനങ്ങളെ പട്ടി. ഓ, പന്നി ബൊക്കെ മാലയൊക്കെ കീറിക്കളഞ്ഞ്. Okay, baby. Have a great day. Come on. Okay. Okay. Mr. ആനന്ദക്കുട്ടൻ, ഓ, ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. Yes. വിട് കുട്ടാ, ഈ കുട്ടി ഈ നോട്ടം കണ്ട ആലുവപ്പാലം വിലക്ക് വാങ്ങിക്കാൻ പോയിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആകാശ് മേനോൻ എന്നുള്ള പേര് ഇവൻ വളർന്നതിന് ശേഷമായിരിക്കും അമ്മ ഇട്ടത്. അതെന്താ? ഫുൾ ടൈം ആകാശം നോക്കിയിരിക്കണ കണ്ടില്ലേ? ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടാവും ആകാശത്തിലേക്ക് നോക്കിയിരിക്കണത്. എനിക്കിതിനെ കണ്ടിട്ട് ഒരു പാവായിട്ടാ തോന്നുന്നത്. പാവോ? പണക്കാരെന്ന് പറയടി. ആ ധൈര്യത്തിലാ മുന്നോട്ടുള്ള ഈ കുതിപ്പ്. പാവെന്നൊക്കെ പറഞ്ഞ് മൂഡ് ഓഫ് ആക്കിയണ്ടല്ല. ഞാൻ പറഞ്ഞത് ആ പാവന്നല്ല, അതിന്റെ നോട്ടും ഭാവം കണ്ടിട്ട് പാവം തോന്നുന്നു. തല വല്ല വണ്ടിയും കൊണ്ടുപോകും, അകത്തിട്. അതെ, ഇയാൾക്ക് ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ നിമ്മി. മമ്മിയല്ല, നിമ്മി. അതെന്താ മമ്മി എന്ന് വിളിക്കണേ? ഈ നിമ്മി എന്ന് പറഞ്ഞ ജർമ്മനിൽ മമ്മി എന്നാണ് അർത്ഥം. പക്ഷെ ഈജിപ്തിൽ മമ്മി എന്ന് വെച്ച ശവം എന്നർത്ഥം. ഇതിൽ ഏതാണോ ഇവന് ഉദ്ദേശിക്കുന്നത്? എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും. ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. ആകാശ്, മോനെ ആകാശു, അവിടെ അല്ലേ ഇവിടെ? വലത്തേക്ക് ഓടിക്കേ, വലത്തേക്ക്. റൈറ്റ് ഓടിയട്ടെ. അങ്ങനെ അങ്ങോട്ട് പോരട്ടെ അവിടെ ഓടിയട്ടെ. അത് മോനെ, ഈ ഏട്ടനെ ഒരു കാര്യം ചോദിച്ച മോൻ സത്യം പറയൂ. ട്രൂ. മോന്റെ കയ്യില് ഈ ഗതികെട്ട ഏട്ടന് തരാൻ അമ്മ കാശ് വല്ലതും തന്നെ ഏൽപ്പിച്ചോ? പെട്ടെന്നറിയേ, കാശ്, റുപ്പീസ്. അങ്ങനെ ചോദിച്ചാ മനസ്സിലാവില്ല. ജർമ്മനിയിൽ റുപ്പീസ് എന്ന യൂറോയാ. യൂറോ അമ്മ മോന്റെ കയ്യില് കൊടുത്തു വിട്ടിട്ടുണ്ടോ? ചന്ദ്ര ഉണ്ടെന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ? വേണ്ട, നീ എങ്ങാനും ചോദിച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞ അതോടെ തീർന്നു എല്ലാം.
പെട്ടിയില് യൂറോ ഉണ്ടല്ലോ അല്ലേ? ദേ ഉറപ്പിക്കാണേ. എടാ ഉസ്മാനെ, വണ്ടി ചവിട്ടി വിടറാ. വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ. എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത്? താക്കോട്ട് തുറന്നാ പോരെ? എനിക്ക് അതിനുള്ള ക്ഷമയില്ല. ദൈവമേ, മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറോ നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ മാറി. എനിക്ക് നിന്നെ വിശ്വാസമില്ല. അതിങ്ങടെ തന്നെ എല്ലാം എന്റെ അനിയന്റെ. നിന്റെ അനിയന് നിന്നോട് സ്നേഹമുണ്ട്. ഇതാ സ്കോച്ച്. അതൊന്നും കോച്ചല്ലേ, ഇത് ക്രീമാ. ക്രീമിക്കൊള്ള മരുന്ന്. കുട്ടേട്ടാ, ഇത് മുഴുവൻ പാവകളാ. എനിക്ക് തോന്നണത് അവൻ ജർമ്മനിയിലെ തൃശ്ശൂർ പൂരത്തിന് ഈ പാവക്കച്ചവടം പണിയുന്നതാണ്. അയ്യോ, കരുതാക്കൂടെന്ന് പറയില്ലടാ. എന്റെ ബലമായ സംശയം ഇമാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും ഈ യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാന്ന് പറഞ്ഞത്. കുട്ടേട്ടാ, ഇതുണ്ടോ നല്ല അടിപൊളി പൂമ്പാറ്റകള്. എന്തേനു എന്നെ കൊണ്ടേ പറപ്പിച്ച് കളിക്ക്. സരസ്വന്റെ കയറുപെരുമാലയ്ക്ക് വരാം, അവൾക്കും കൊണ്ടേ കൊടുക്കും കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തരുകി, അവളും പറപ്പിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവളുടെ പൂമ്പാറ്റകള്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്നാ പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമനില തെറ്റി നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമനില തെറ്റും. യൂറോ കിട്ടിയില്ലെങ്കിൽ യൂറോ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്നാ തോന്നണേ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഐ മീൻ, പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ടാ, കങ്കാരുവിനെ പോലെ വയറിലൊരു ബാഗ് ഫിറ്റ് ചെയ്ത് കുട്ടാ കിട്ടി, യൂറോ കിട്ടി. എവിടെ നോക്കുമോനെ, ഈ കഥ കൊണ്ടുപോണത് ആ കങ്കാരു ബാഗാ. യൂറോ യൂറോ. ഇങ്ങനെ ഒരുത്തനെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകളിലാക്കി കൊടുത്തു വിടില്ല. ഒന്നുകിൽ 1000 യൂറോകളാക്കി, അതാവില്ല, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തു വിട്ട് കാണും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. അല്ല, ബാഗ് അവന്റെ കയ്യിലല്ലേ, അവൻ തരൂ? നിന്റെ ഈ ആക്രാന്തത്തിന് തല്ലിപ്പൊളി ഇന്ത്യൻ ഭാഷ ചോദിച്ചാൽ തരില്ല. ദാറ്റ്സ് ജർമ്മൻസ്. എന്റെ സ്നേഹത്തിന്റെ ജർമ്മൻ ഭാഷയിൽ ചോദിച്ചാ അവൻ തരും. അത് തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം TV ഓഫ് എന്നാലേ അവൻ ഓഫ് ആകൂ. ഡയലോഗ് കേട്ട് കഥ പോയി TV ഓഫ് ചെയ്തു. അവൻ ഓഫായി. ആകാശമേനോ മോനെ, അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ടാ. ചന്ദ്രേട്ടൻ മോനെ കങ്കാരെന്ന് വിളിച്ച മലയാളത്തിലല്ലേ? അത് മോന് മനസ്സിലായില്ലല്ല. മോൻ കങ്കാരുമല്ല, മോൻ പച്ചക്കുതിരിയാ. ജർമ്മനിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്ലഷ് ആവണ്ടേ? ബാഗ് നോക്കടാ, ആക്രമണം കാണിക്കല്ലേ. മോനെ എണീറ്റ്. എനിക്കട് ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗൊന്നും മാറ്റി. അല്ലെങ്കിൽ വേണ്ട, ഡ്രസ്സും മോനിരിക്കോ, ബാഗ് ചന്ദ്രേട്ടനൂരാ. ഞാനങ്ങനെടുത്തി ഇത്ര നേരം മുകളിലുണ്ടായിരുന്നല്ല. ഒന്നും പറ്റിയില്ല. മോശമായി പോയി. എന്തായാലും ഒരു കാര്യം നീ ഉറപ്പായി, ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന്. അവനെ ഇങ്ങോട്ട് അയച്ച ഒരു പ്രത്യേകം പറഞ്ഞാണ്, കാശാണ് മോനെ, ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന്. ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ. കുട്ടേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചെലപ്പോ തരും. എന്തായാലും ഏട്ടനല്ലേ. അത് ശരിയാ, രക്തം രക്തത്തെ തിരിച്ചറിയുന്ന. എന്തേനു രക്തം രക്തത്തെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ടാണല്ലോ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ട ഉടനെ ഹലോ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയുടെ സമ്പാദ്യമായി ഏട്ടന് വേണ്ടി കരുതി വെച്ച 1,00,000 യൂറോ ദാ പിടി എന്ന് പറഞ്ഞ് എന്റെ കൈ തരികയും അതിൽ നിന്നൊരു 500 യൂറോ എടുത്ത് ഞാൻ ഈ പോക്കലിട്ട് തരികയും ചെയ്ത് താൻ മറന്നുപോയ കോമഡി കളവാ. മൂക്കിൽ വരലിട്ട് കൊല്ലു അതിനെ. അല്ലടി, ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ? എന്തായാലും ഞാൻ എന്റെ ഏട്ടനല്ലേ. ആകാശ് മോനു, ആകാശു, കാശില്ലാത്തൊരു പാവം ദരിദ്രവാസിയല്ലേ നിന്റെ ഏട്ടൻ. മോന് വേണ്ടി എടുത്ത് ഈ വീടിന്റെ കാശ് ദേ നോക്കി. ഏട്ടന്റെ ഒരു കുഞ്ഞു ലൈന ഈ നിമ്മിക്കുട്ടി.
ഇത് വാങ്ങിച്ചു തന്നതാ സരസുവിന്റെ കയ്യിൽ നിന്ന് കയറുപിരി മാല. അതെടുത്ത് കൊടുക്കാൻ കുറച്ച് കാശ്. കാശെന്ന് മലയാളത്തിൽ പറഞ്ഞാ നിങ്ങളുടെ ജർമ്മനിലെ യൂറോ. ഈ യായായാലും എനിക്ക് അത്ര വിശ്വാസം ഇല്ല കേട്ടോ. ബാഗ് മോൻ കഴുത്തി തന്നെ ഇട്ടോട്ടാ. ഊരണ്ടേ ഏട്ടൻ അതിന്ന് മെല്ലെ കാശ് എടുത്തോളാട്ടോ. ഒരു കാര്യം ഉറപ്പായി, യൂറോ അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ എങ്ങനെയാ താഴെ പോയതെന്ന്. എടി അവൻ നിന്റെ കയ്യില് യൂറോ തരാന്ന്. വാങ്ങിക്ക്. യൂറോ അല്ല, യൂറിൻ. മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിന് വിളിക്കുന്നതാ. ചെല്ലി ചെന്ന് ഒഴിച്ചോർക്ക് ഇള്ളക്കടാവല്ലേ. ഇളക്കടാവാ. എന്നെക്കാളും 4 വയസ്സ് കുറവേ ഉള്ളൂ. ശാരീരിക വളർച്ചയുള്ളവനാ. എല്ലാം കൃത്യമായിട്ടുണ്ടാവും. നോക്കിയ മോനു, ഏട്ടൻ മോനോട് പറഞ്ഞില്ല ഇത് ഏട്ടന്റെ ലൈനാണ്. മോന് ഞാൻ വേറെ ഒപ്പിച്ചു തരട്ടാ. നിനക്കൊരു പെങ്ങളില്ലടാ. മോന് ഈ പിടി വിട്ടിട്ട് ആ ഉണക്ക കമ്പയിലേക്കാണ്ട് പിടിച്ചോട്ടാ. വാ പൊളിച്ചത് കണ്ട കൂട്ടെ മൂത്രം ഒഴിപ്പിക്കണോ. താൻ ഒഴിക്കണ്ട, അവൻ ഒഴിച്ചോളൂ. സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകും. ഒറ്റയ്ക്ക് പോയി മൂത്രം ഒഴിക്കണ പട്ടി. ഇപ്പൊ അവന് നിന്നെ ശരിക്കും മനസ്സിലായി. ഒറ്റ കേറിണ്ടല്ലോ. ഏത് നേരത്താണ് ഈശ്വര ഇതിന് ജർമ്മനിൽ നിന്ന് കുറ്റം പറിച്ച് പോരാൻ തോന്നിയത്? ഈ സാധനത്തിന് എത്ര നാളാന്ന് വെച്ചാൽ നമ്മൾ തീറ്റിപ്പോ മാറ്റം കട. രണ്ടിന്റെ ഫേസ് ഒരേപോലെ ഇരിക്കണ. ഇനി ഞാൻ എവിടെ ശരിയാവില്ല. എനിക്ക് വീട്ടിൽ രക്ഷപ്പെട്.